സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് ശ്രീ ജോർജ് കുര്യൻ എന്തായാലും ഇതിലൊരു അന്വേഷണം വേണോ വേണ്ടയോ എന്നതിൽ കോടതി തീരുമാനമെടുക്കാതിരിക്കുന്നു എന്നതൊരു ആനുകൂല്യമായി എടുക്കരുത്. ഇതൊരു നിയമപ്രശ്നമല്ല, ഇതൊരു രാഷ്ട്രീയ വിഷയമാണ്. അതാണ് രാഹുൽ ഗാന്ധി അത് ഉന്നയിക്കുമ്പോൾ നിങ്ങൾ പ്രശാന്ത് ഭൂഷൺ എന്ത് സംഭവിച്ചു എന്നത് വെച്ചല്ല അതിന് മറുപടി നൽകേണ്ടത്. ഇപ്പോൾ സമാനമായ സന്ദർഭങ്ങളുണ്ടല്ലോ. ജെയിൻ ഹവാല ഡയറി വന്നപ്പോൾ എന്തിനാണ് അദ്വാനി രാജിവെക്കാൻ മുതിർന്നത്? 7ഓളം മന്ത്രിമാർ രാജിവെക്കുകയുണ്ടായി, കേന്ദ്രമന്ത്രിമാരടക്കം. പക്ഷേ അതൊരു ധാർമ്മികത കൊണ്ടാണ്. ഇരട്ടപ്പദവി വിഷയം വന്നപ്പോൾ സോണിയാഗാന്ധി രാജിവെച്ചല്ലോ, അതൊരു ധാർമ്മികതയുടെ പ്രശ്നമാണ്. ഇപ്പോൾ ഈ പാർലമെൻറ്റ് സമ്മേളനം ഇങ്ങനെ അലങ്കോലപ്പെട്ടപ്പോൾ എനിക്ക് രാജിവെക്കാൻ ഉള്ള വേദനയാണ് എൻ്റെ മനസ്സിലെന്ന് അദ്വാനിയെ കൊണ്ട് പറയാൻ പ്രേരിപ്പിക്കുന്നതും ഒരു ധാർമ്മികതയാണ്. അത് കോടതികളിലൂടെ വരേണ്ട ഒരു ഉത്തരവല്ല. ആ ധാർമ്മികതയുടെ ചോദ്യമാണ് കെജ്രിവാൾ ആയാലും മാധ്യമങ്ങളായാലും രാഹുൽ ഗാന്ധി ആയാലും ഉന്നയിക്കുന്നത്. അതൊരു ഭൂകമ്പം തന്നെയാണ്. അല്ല വേണു, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ സുപ്രീം കോടതി പറയുന്നത് ഒന്നും അനുസരിക്കാൻ പാടില്ല. അതായത് സർക്കാർ സുപ്രീം കോടതി പറയുന്നത് അനുസരിക്കാൻ പാടില്ല. വേണുവിൻ്റെ ആ വിശദീകരണം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇന്ത്യയിലെ സുപ്രീം കോടതി ജസ്റ്റിസ് കേഹാർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്നയാൾ, എന്തിന് നമ്മളത് വിശ്വസിക്കണം? ഇറ്റലിയിലെ കോടതി സാങ്കേതികമായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് പുനർവിചാരണ വേണമെന്ന് പറഞ്ഞു, മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ല. അതാണ് വിധി. സായിപ്പിൻ്റെ വിധിയാണ് വിധി. ഇന്ത്യയിലെ സർക്കാർ മോഡിയുടെ സർക്കാരാണെങ്കിൽ സർക്കാരിന് അനുകൂലമായിട്ട് സുപ്രീം കോടതി വിധിച്ചാൽ അത് പാലിക്കാൻ പാടില്ല. അങ്ങനെയുണ്ടോ? അല്ലല്ല, നമുക്കിനി സമയമില്ല, ചുരുക്കി പറയണം. അങ്ങനെയല്ല നാം ആ വിഷയം ആ ഘട്ടത്തിൽ ചർച്ച ചെയ്തത്. വ്യക്തിപരമായ ധാർമ്മികതയിലേക്ക് വരൂ, കോടതിയിലേക്ക് പോകാതെ. അത് അങ്ങനെ പോകാതെ എൻ്റെ വേണോ, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. കോടതിയുടെ ആണ് അവസാനമായിട്ട് നമ്മൾ എടുക്കുന്നത്. വേണു എന്ന് മനസ്സിലാക്കണം. ഇന്ത്യയുടെ പാർലമെന്റ് എല്ലാവരും ഐക്യകണ്ഠേന പാസ്സാക്കിയ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ് കമ്മീഷൻ 16 നിയമസഭകൾ അത് റെറ്റിഫൈ ചെയ്തു. ഇന്ത്യയുടെ പ്രസിഡന്റ് ഒപ്പുവെച്ചു. സുപ്രീം കോടതി പറഞ്ഞു അത് മാറ്റിവെക്കൂ, കൊളീജിയമാണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ? അന്ന് നിങ്ങളുടെ ഒന്നും മനസ്സിൽ ഇതില്ലായിരുന്നല്ലോ. അതല്ല ശരി എന്ന് പറഞ്ഞില്ലല്ലോ. അത് നമ്മൾ പാലിക്കുന്നത് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ്. ഇനി ഏതെങ്കിലും ജനാധിപത്യ രാജ്യത്ത് വേണു ഒന്ന് കാണിച്ചു തന്നാൽ മതി, ഒരു സുപ്രീം കോടതി അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം ലോകത്തെ ഏതെങ്കിലും ജനാധിപത്യ രാജ്യത്ത് അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കൂ. ജോർജ് കുര്യന് കൃത്യമായ മറുപടി പറയാം. അതായത് സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ ഞാൻ മറുപടി പറയാം. ഒന്ന്, സുപ്രീം കോടതി ഈ കേസ് തീർത്തിട്ടില്ല. 2, സുപ്രീം കോടതി ശ്രീ പ്രശാന്ത് ഭൂഷണോട് അടക്കമുള്ളവരോട് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ എവിഡൻസുമായിട്ട് വരാനാണ്. ഞങ്ങൾ പറയുന്നത് എവിഡൻസിന് ശേഖരിക്കാനുള്ള സംവിധാനം ഇല്ലാത്തയാളാണ് പ്രശാന്ത് ഭൂഷൺ. അത് ഗവൺമെൻറ് ചെയ്യണമെന്നാണ്. അതിൻ്റെ അർത്ഥം ഇത് സുപ്രീം കോടതി അവസാനിപ്പിച്ചു എന്നല്ല. ഈ കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. അന്ന് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മറുപടി പറയാൻ കഴിയാതെ വരും. അതാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ശരി, വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.